ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മുടെ നിലമ്പൂർ നിയമസഭാ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായിരിക്കുകയാണല്ലോ. LDFന് വേണ്ടി M സ്വരാജ്, UDFന് വേണ്ടി ആര്യാടൻ ഷൗക്കത്ത്, NDAക്ക് വേണ്ടി മോഹൻ ജോർജ്, ഇത്രയും സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇവരാണ് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ. LDF, UDF, BJP, NDA മുന്നണികൾ. ഇതിന് പുറമെയാണ് നമ്മുടെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന ഒരു മുന്നണി PV അൻവർ രൂപീകരിച്ചു. അവരും PV അൻവർ സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മുന്നണിയിലെ പ്രധാന കക്ഷി AAP മാത്രമാണ്. AAPയും തൃണമൂൽ കോൺഗ്രസും മറ്റു ചെറുകക്ഷികളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും AAP ആണ് പ്രധാന ഘടകകക്ഷി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയിൽ പ്രധാന ഘടകകക്ഷി AAP ആണ് എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ 4 മുന്നണികൾ പ്രത്യക്ഷത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ആയിക്കഴിയും. സ്ഥാനാർത്ഥി ചിത്രം വളരെ വ്യക്തമായി. ആകെ 4 മുന്നണിയുടെ 4 സ്ഥാനാർത്ഥികളും 4 മുന്നണികളുടെ 4 സ്ഥാനാർത്ഥികളും അടക്കം 12 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മത്സര രംഗത്തുണ്ട്. ഇനി നോമിനേഷൻ പിൻവലിക്കുന്ന തീയതിയിൽ ചിത്രം ഒന്നുകൂടി വ്യക്തമാവും, ആരൊക്കെ പിൻവലിക്കും എന്നതിനെ കുറിച്ച്. ഇപ്പോൾ ആ ചിത്രം വ്യക്തമല്ലെങ്കിലും ഇപ്പോൾ 12 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തീർച്ചയായും ഒരു നല്ലൊരു മത്സരം തന്നെയാണ് നിലമ്പൂരിൽ പ്രതീക്ഷിക്കുന്നത്. LDFും UDFും NDAയും ഇവർക്ക് പുറമെ അൻവർ രൂപീകരിച്ച ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയും, അതിന് പുറമെ SDPI, ശിവസേന തുടങ്ങിയ കക്ഷികളുടെ സ്ഥാനാർത്ഥികളും, അതിന് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അടക്കം 12 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മത്സരരംഗത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അത് പിൻവലിക്കേണ്ട സമയം, ആ സമയത്താണ് ചിത്രം കൂടുതൽ വ്യക്തമാകുക. ഏതായാലും 2 ദിവസത്തിനുള്ളിൽ നോമിനേഷൻ അത് പിൻവലിക്കേണ്ട സമയം വരും. ഈ സമയത്തിനുള്ളിൽ സ്ഥാനാർത്ഥി ചിത്രം ഒന്നുകൂടി വ്യക്തമാകും. ഇപ്പോൾ പ്രധാന മുന്നണികളെല്ലാം കൺവെൻഷൻ തുടങ്ങിക്കഴിഞ്ഞു. കൺവെൻഷനും സ്വീകരണങ്ങളും ഒക്കെയായി മണ്ഡലം കളം നിറഞ്ഞു നിൽക്കുകയാണ്. കളം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല ഒരു പ്രതിരോധം എല്ലാ മുന്നണികളും തീർക്കുന്നുണ്ട്. ഇവിടെയും വളരെ പ്രധാനപ്പെട്ട, നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ, പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നൊക്കെ പറഞ്ഞുള്ള മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അപരന്മാരും ഒക്കെ പിടിക്കുന്ന വോട്ടുകൾ തന്നെയാണ് ഈ 3 മുന്നണികൾക്കും ഈ ബാധിക്കുക. അവർ എത്ര വോട്ടാണോ പിടിക്കുന്നത് അത് ഈ 3 മുന്നണികളുടെയും വിജയത്തെയും പരാജയത്തെയും ബാധിക്കും എന്നത് തീർച്ചയാണ്. അപ്പോൾ ഈ അപരന്മാരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മറ്റുള്ള സ്ഥാനാർത്ഥികളും ഒക്കെ പിടിക്കുന്ന വോട്ട് ഏകദേശം എത്രയാണ് എന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുമാതിരി അതിന്റെ ഒരു ചിത്രം വ്യക്തമാവണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും പ്രചരണവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പറഞ്ഞ ശക്തികളൊക്കെ, ഈ പറഞ്ഞ പാർട്ടികളൊക്കെ, ഈ പറഞ്ഞ സ്ഥാനാർത്ഥികളൊക്കെ എത്ര വോട്ടാണോ പിടിക്കുന്നത് അതിനനുസരിച്ചാണ് മുന്നണികൾക്ക് വോട്ട് വിഹിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇനി പ്രതീക്ഷിക്കാവുന്നത്. ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോൾ, പ്രചരണം ഒരാഴ്ച മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം അതിന്റെ ഒരു ചിത്രം വ്യക്തമാകും എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒക്കെ കണക്കുകൂട്ടൽ. ഇതുവരെയുള്ള ചർച്ചകളിലും ഒക്കെ ഉയർന്നു വന്ന ഒരു കാര്യവും അത് തന്നെയാണ്. എത്രയാണോ ഈ മുന്നണികളൊക്കെ പിടിക്കുന്ന വോട്ട്, എത്രയാണോ സ്വതന്ത്രർ പിടിക്കുന്ന വോട്ട്, എത്രയാണോ ചെറിയ കക്ഷികൾ സ്ഥാനാർത്ഥികളെ നിർത്തിയ അവർ പിടിക്കുന്ന വോട്ട്, ഈ വോട്ടുകളൊക്കെ ആശ്രയിച്ചായിരിക്കും ഇനി 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം ഒക്കെ ലഭിക്കുന്ന കക്ഷികളുടെ ഒരു ചിത്രം വ്യക്തമാകുക. തീർച്ചയായും ഒരാഴ്ച കൂടി പ്രചരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണയിൽ എത്താൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്.
ആ ഒരാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരാഴ്ചയുമായി മുന്നോട്ട് പോകുമ്പോൾ, പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഏതൊക്കെ മുന്നണികൾക്ക് എത്ര വോട്ട് വിഹിതം, എത്ര ശതമാനം എന്നൊക്കെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, ഒരു കണക്ക് നമുക്ക് മുന്നിലേക്ക് എത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കണക്ക് കൂട്ടുന്നത്. ഏതായാലും ഇപ്പോൾ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി. 12 സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലുണ്ട്. അതിൽ 4 മുന്നണി സ്ഥാനാർത്ഥികളും ബാക്കിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ്. പിന്നെ അതിനിടയ്ക്ക് ചെറു കക്ഷികളുടെ സ്ഥാനാർത്ഥികളുമുണ്ട്. അടക്കം 12 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മണ്ഡലം കളം നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഉള്ള ഒരാഴ്ചയുടെ പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ചിത്രം വ്യക്തമാവും. ചിത്രം വ്യക്തമാവുമ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടും വരെ വണക്കം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നിങ്ങൾക്ക് വിഷയം ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.